ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു വീഡിയോ ആണിത്. അതായത് നാളെ കർക്കിടകം 1 നാളെ മുതൽ തുടർച്ചയായ 21 ദിവസം നമ്മൾ വീട്ടിൽ ചെയ്യേണ്ടുന്ന കുലദൈവ പൂജ, അത് എങ്ങനെയാണ് ചെയ്ത് എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മുടെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണത്. അതേപോലെ ഒരുപാട് പേര് ചോദിച്ചിരുന്നു കർക്കിടക മാസത്തിൽ നമ്മൾ വീട്ടിൽ വരയ്ക്കേണ്ടുന്ന കോലങ്ങളെക്കുറിച്ച്. അത് ഞാൻ പറയുന്നുണ്ട് നമ്മുടെ പൂജാമുറിയിൽ. പിന്നെ നാളെ കർക്കിടകം 1 സംക്രാന്തി സമയം, വീട്ടിൽ വിളക്ക് കൊളുത്തേണ്ടുന്ന സമയം, അതേപോലെ ശീപോതി വെക്കുന്ന രീതി, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. അതേപോലെ ഇച്ചിരി ലെങ്തും ആയിരിക്കും വീഡിയോ. കർക്കിടകം 1 ഈ പ്രാവശ്യം വരുന്നത് വെള്ളിയാഴ്ചയോടും ചതുർത്ഥി തിഥിയോടും കൂടിയിട്ടാണ്. നമുക്കറിയാം വെള്ളിയാഴ്ച ചതുർത്ഥി തിഥി 30 വെള്ളിയായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ലക്ഷ്മി ഗണേശ പൂജയ്ക്ക് വളരെയധികം ഉത്തമമായിട്ടുള്ള ഒരു ദിവസമാണ്. നാളത്തെ ദിവസം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സന്ധ്യയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്ന് പറയുന്നത്, ഈ ഒരു കർക്കിടക സംക്രാന്തി എന്ന് പറയുന്നത് ഭഗവാൻ സൂര്യൻ്റെ ദക്ഷിണായനത്തിലോട്ടുള്ള സഞ്ചാരം കൂടിയിട്ടാണ്. അതായത് ദേവന്മാരുടെ സന്ധ്യാസമയമാണ് ഈ പ്രാവശ്യം എന്ന് പറയുന്നത്, ഇനിയുള്ള 6 മാസങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ സന്ധ്യാസമയത്തെ പ്രാർത്ഥനകൾക്കും പൂജകൾക്കുമാണ് കർക്കിടക മാസം തൊട്ട് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. അതിനർത്ഥം ബ്രഹ്മമുഹൂർത്തത്തിൽ ദീപം കൊളുത്തണ്ട, പ്രാർത്ഥിക്കേണ്ട എന്നുള്ളതല്ല. പക്ഷേ നമ്മൾ കുറച്ചും കൂടിയിട്ട് അധികമായിട്ട് നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് കർക്കിടക മാസം മുതൽ സന്ധ്യാസമയത്താണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പറയുന്ന ഈ ഒരു കുലദൈവ പൂജയൊക്കെ നമ്മൾ സന്ധ്യയ്ക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. ഈ പ്രാവശ്യത്തെ കർക്കിടക സംക്രാന്തി, അതായത് സൂര്യഭഗവാൻ മിഥുനം രാശിയിൽ നിന്നും കർക്കിടകം രാശിയിലോട്ട് മാറുന്ന ആ ഒരു സമയം 2026 ജൂലൈ 16 വ്യാഴാഴ്ച രാത്രി, അതായത് ഇന്ന് രാത്രി 11:39 ആ ഒരു സമയത്താണ് സൂര്യഭഗവാൻ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലോട്ട് മാറുന്ന ആ ഒരു കർക്കിടക സംക്രാന്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നെയ്യൊഴിച്ച് 5 തിരിയിട്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് സർവ്വവിധത്തിലുമുള്ള ഐശ്വര്യങ്ങൾ ഈ ഒരു മാസം മുഴുവൻ ഉണ്ടാവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നതാണ്. അതുമാത്രവുമല്ല, 5 തിരിയോ 7 തിരിയോ ഇട്ട് തന്നെ ഈ ഒരു കർക്കിടക മാസം മുഴുവൻ നമ്മൾ നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്താനായിട്ട് ശ്രമിക്കണം. പ്രത്യേകിച്ച് നെയ്യ് ഒഴിച്ച് കൊളുത്താൻ പറ്റിയാൽ അതായിരിക്കും അതിശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. ഇപ്പോൾ എല്ലാവർക്കും നെയ്യ് ഒഴിക്കാൻ പറ്റിയില്ലെങ്കിലും നല്ലെണ്ണ ഒഴിച്ചാണെങ്കിലും ഈ ഒരു കർക്കിടക മാസം മുഴുവൻ 5 തിരിയിട്ട് ഭദ്രദീപം കൊളുത്താനായിട്ട് എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. ഇനി രാത്രി 11:39 വിളക്ക് കൊളുത്താനോ നാമം ജപിക്കാനോ ഒന്നും പറ്റിയില്ലാത്തവർ 1-ാം തീയതി, അതായത് നാളെ വെള്ളിയാഴ്ച ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ ഒരു 7 മണിക്കുള്ളിലായിട്ട് വീട്ടിലെ പൂജാമുറിയിൽ 5 തിരിയിട്ട് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു മാസം നമുക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ഫലമായിട്ട് ലഭിക്കുന്നതായിരിക്കും. കർക്കിടക മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പൂജയ്ക്കും പ്രാർത്ഥനയ്ക്കും വഴിപാടിനും ഇരട്ടി ഫലവും കൂടിയിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നാളെ മുതൽ എന്താണ് ചെയ്തു തുടങ്ങേണ്ടത് എന്ന് നോക്കാം. ആദ്യം തന്നെ നാളെ നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് പൂജാമുറിയിൽ 5 തിരിയിട്ട് ഭദ്രദീപം കൊളുത്തി നെയ്യൊഴിച്ച് വിളക്ക് കൊളുത്തുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ രാവിലെ തന്നെ ഫ്രണ്ട് ഡോർ, പടി വാതിൽ പൂജ ചെയ്യാൻ പറ്റുന്നവരൊക്കെ അത് ചെയ്യണം. ഫ്രണ്ട് ഡോറിൽ മാവില തോരണവും ആര്യവേപ്പിലയും കൂടി ഒന്നിച്ച് കെട്ടി മാല ചാർത്തണം. ഫ്രണ്ട് ഡോറിന് മുമ്പിൽ നല്ല മണമുള്ള സാമ്പ്രാണി തിരി കൊളുത്തി വെക്കണം. അതേപോലെ അക്ഷയപാത്രത്തിൽ ജലം നിറച്ച് അതും വളരെ ഭംഗിയായിട്ട് നമ്മൾ അലങ്കരിച്ച് വെക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു മാസം നമ്മുടെ വീട്ടിൽ വരയ്ക്കേണ്ടുന്ന കോലം, ഓരോ മാസവും നമ്മൾ കോലം വരയ്ക്കുമ്പം ആ മാസത്തിൽ ഏത് നക്ഷത്രമാണോ വരുന്നത്, ഉച്ചമാവുന്നത്, അതിനെ നോക്കിയാണ് നമ്മൾ കോലങ്ങൾ നിശ്ചയിക്കുന്നത്. അങ്ങനെ വരുമ്പം കർക്കിടക മാസം എന്ന് പറയുന്നത് പൂയം നക്ഷത്രത്തിൻ്റെ മാസമാണ്. പൂയം നക്ഷത്രം ഉച്ചത്തിലാവുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ മാസം അതിനെ ബേസ് ചെയ്തുള്ള കോലങ്ങൾ വരയ്ക്കുന്നത്. പൂയം നക്ഷത്രത്തിൻ്റെ അധിപതി ശനിയാണ്. അപ്പോൾ ഇവിടെ ശിവരാജ യോഗമാണ് ഉണ്ടാകുന്നത്. വളരെ അപൂർവമായി മാത്രമേ വ്യക്തികളിൽ ശിവരാജ യോഗം ഉണ്ടാകൂ. നമുക്ക് ഇതുപോലെയുള്ള ഓസ്പീഷ്യസ് ഡേയ്സ്, മന്തൊക്കെ വരുമ്പം നമ്മൾ ഇതുപോലെ ശിവരാജ യോഗം നമുക്കുണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നോക്കണം. അതായത് ഏതെങ്കിലും ഒരു ഗ്രഹം ഉച്ചത്തിലാകുമ്പം നീചത്തിലാവുന്ന മറ്റൊരു ഗ്രഹമുണ്ടാവും. ഇവിടെ പൂയം ഉച്ചത്തിലാകുമ്പം നീചത്തിലാകുന്നത് ചൊവ്വാഗ്രഹമാണ്.
കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് ഈ ഒരു കാര്യം കൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ദേവിക്ക് പ്രിയപ്പെട്ട മാസം, ദേവനും പ്രിയപ്പെട്ട മാസം. അപ്പോൾ നമ്മൾ ഈ മാസം വരയ്ക്കേണ്ടുന്ന കോലങ്ങൾ എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോലങ്ങളാണ്. കഴിഞ്ഞ വർഷം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എൻ്റെ വീട്ടിൽ ലക്ഷ്മി ദേവിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ കോലങ്ങളാണ് വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ആ കോലത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുള്ളവർക്ക്, അതായത് എന്നെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അത് അറിയാവുന്ന കാര്യവുമാണ്. അതായത് നമ്മൾ 8 ഇതളുള്ള താമരപ്പൂവ്, ആന, അതേപോലെ തന്നെ പൂർണ്ണകുംഭം, സ്വസ്തിക്ക്, നിലവിളക്ക്, ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിൽ നമ്മുടെ വീട്ടിൽ കോലമായിട്ട് വരയ്ക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് എല്ലാ ദിവസവും 8 ഇതളുള്ള താമരപ്പൂവും അതേപോലെ സ്വസ്തിക്കും നമ്മുടെ വീട്ടിൽ വരയ്ക്കാവുന്നതാണ്. നാളെ വെള്ളിയാഴ്ച ഫ്രണ്ട് ഡോറിൻ്റെ മുൻപിലും അതേപോലെ പൂജാമുറിയിലും സ്വസ്തിക്ക് വരയ്ക്കുക. അടുത്ത വെള്ളിയാഴ്ച അത് മാറ്റിയിട്ട് വീണ്ടും പുതിയ സ്വസ്തിക്ക് വരയ്ക്കുക. അങ്ങനെ എല്ലാ വെള്ളിയാഴ്ചകളിലും കർക്കിടക മാസത്തിൽ വരുന്ന അമാവാസി, പൂയം, പൗർണമി തിഥികളിലും നമുക്കിത് ചെയ്യാവുന്നതാണ്. അതേപോലെ 8 ഇതളുള്ള താമരപ്പൂ എല്ലാ ദിവസവും ആ കോലമായിട്ട് വരയ്ക്കണം. പിന്നെ പൂർണ്ണകുംഭം കൈകൊണ്ട് വരയ്ക്കാൻ അറിയാവുന്നവർക്ക് വരയ്ക്കാം. അങ്ങനെ അല്ലെങ്കിൽ പൂർണ്ണകുംഭത്തിൻ്റെ വെള്ളിക്കോയിൽ, ഞാൻ നിങ്ങളെ അതാണ് കാണിച്ചത്. എൻ്റെ കയ്യിലുള്ള പൂർണ്ണകുംഭം, സ്വസ്തിക് എന്നതൊക്കെ വെള്ളിക്കോയിലിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പൂജാമുറിയിൽ വരയ്ക്കേണ്ടുന്ന കോലങ്ങളെന്ന് പറയുന്നത്. 8 ഇതളുള്ള താമരപ്പൂ എല്ലാവർക്കും വരയ്ക്കാൻ അറിയാം. അത് എല്ലാ ദിവസവും നിങ്ങൾ മറക്കാതെ വരയ്ക്കണം. സ്വസ്തിക്ക് പൂജാമുറിയിലും ഫ്രണ്ട് ഡോറിൻ്റെ മുൻപിലായിട്ട് എല്ലാ ദിവസവും വരച്ചില്ലെങ്കിൽ വെള്ളിയാഴ്ചകളിൽ മാത്രമായിട്ടെങ്കിലും വരയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഇനി നാളെ നമ്മൾ ചെയ്യേണ്ടുന്ന അടുത്ത കാര്യം, ഈ ഒരു കർക്കിടക മാസം മുഴുവൻ തടസ്സങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകാനും കറുകപ്പുല്ല് കിട്ടുന്നവർ 21 കറുക ഒന്നിച്ച് കൂട്ടിക്കെട്ടി ഗണപതി ഭഗവാന് സമർപ്പിച്ച് ഭഗവാന്റെ അറിയാവുന്ന ഒരു മന്ത്രം, ഓം ഗം ഗണപതിയെ നമ എന്നുള്ള മന്ത്രമോ അല്ലെങ്കിൽ ഭഗവാന്റെ ഗായത്രിയോ ഒരു 3 പ്രാവശ്യം ചൊല്ലി ഭഗവാന് എന്തെങ്കിലും ഒരു നിവേദ്യമൊക്കെ വീട്ടിൽ സമർപ്പിക്കുന്നവരാണെങ്കിൽ ശർക്കര, പഴം, അവല് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു വസ്തുവും ഒപ്പം ഒരു 1 രൂപ നാണയം കൂടിയിട്ട് ഭഗവാന് സമർപ്പിക്കണം. സമർപ്പിച്ച് ഈ മാസം മുഴുവൻ എനിക്ക് നല്ല രീതിയിലുള്ള ധനവരവ് ഉണ്ടാക്കി തരണമെന്ന് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഭഗവാൻ നമുക്ക് നല്ല രീതിയിലുള്ള ധനവരവ് ഉണ്ടാക്കി തരും. ആ പൈസ കർക്കിടകം 31 വരെ അവിടെ ഇരുന്നോട്ടെ. ചിങ്ങം തുടങ്ങുന്നതിന് തലേ ദിവസം നമ്മളത് വീടിനടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സമർപ്പിച്ച് എല്ലാ മാസവും 1-ാം തീയതി നമ്മൾക്കിത് തുടർച്ചയായിട്ട് ചെയ്യാവുന്നതാണ്. നല്ല ഫലം കിട്ടും. അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ശീബോധി വെക്കുക എന്നുള്ള ചടങ്ങാണ്. നിങ്ങൾക്കറിയാമല്ലോ, കർക്കിടക മാസം തുടങ്ങുന്നതിന് മുൻപായിട്ട് മിഥുന മാസത്തിൽ, അതായത് ഇന്ന് സന്ധ്യയ്ക്ക് നമ്മുടെ വീട്ടിലുള്ള എല്ലാ അഴുക്കുകളും വെളിയിൽ കളഞ്ഞ്, പണ്ട് കാലത്ത് ഈ തുണിയൊക്കെ കത്തിച്ച് കളഞ്ഞ് ജ്യേഷ്ഠാഭഗവതിയെ വെളിയിൽ കളയുക എന്ന് പറയുന്നൊരു ചടങ്ങുണ്ടായിരുന്നു. ഇപ്പം നാട്ടിലൊക്കെ അതുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ വെളിയിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആർക്കും അത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനൊക്കെ ഇവിടെ ചെയ്യുന്നത് നമുക്ക് കരി മേടിക്കാൻ കിട്ടും. കരി ഗ്യാസിൽ വെച്ചൊന്ന് കത്തിച്ചിട്ട് ആ കനലുമായിട്ട് ഒരു 5-5:45 ആകുമ്പോൾ വീടിന് വെളിയിൽ കൊണ്ടുവച്ചിട്ട് ജ്യേഷ്ഠാഭഗവതി പോ ശ്രീദേവി വാ എന്ന് 3 പ്രാവശ്യം പറയും. ഞാനൊക്കെ കൊച്ചുനാളിലെ മുതലേ ചെയ്യുന്ന ഒരു ആചാരമാണത്. അത് ഓരോ സ്ഥലത്തും ഓരോ രീതിയായിരിക്കും. അതായത് മൂദേവിയെ വെളിയിൽ കളഞ്ഞ് ശ്രീദേവിയെ വീട്ടിനുള്ളിലോട്ട് സ്വീകരിക്കുന്ന ഒരു ചടങ്ങാണ്. ചിലയിടത്താണെങ്കിൽ അത് കർക്കിടകം 31 ചെയ്യുന്നത്, ചിങ്ങം 1 ശ്രീദേവിയെ വീട്ടിലോട്ട് കയറ്റുന്നത്. പക്ഷേ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ മിഥുന മാസത്തിൻ്റെ അവസാനത്തെ ദിവസം, അതായത് ഇന്ന് വ്യാഴാഴ്ച സന്ധ്യയ്ക്ക് അത് ചെയ്യും. അത് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അത് ചെയ്യാവുന്നതാണ്. ഇതുവഴി നമ്മുടെ വീട്ടിൽ കൂടിയിരിക്കുന്ന ജ്യേഷ്ഠാഭഗവതി പോയിട്ട് പകരം മഹാലക്ഷ്മി നമ്മുടെ വീട്ടിലോട്ട് വന്ന് അരുൾ ചെയ്യുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഗണപതി ഭഗവാനെ നാളെ രാവിലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അടുത്ത ചടങ്ങ് ശീബോധി വെക്കുന്ന ചടങ്ങാണ്. അതായത് സാക്ഷാൽ ശ്രീ ഭഗവതിയെ വീട്ടിൽ കുടിയിരുത്തുക എന്നാണ് അതിന് പറയുന്നത്. ഇത് കർക്കിടക മാസം 31 ദിവസവും വീട്ടിൽ വെക്കുന്നവരുണ്ട്. ആദ്യത്തെ ഒരു ദിവസം മാത്രം വെക്കുന്നവരുണ്ട്. 3, 5, 7, 9 ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വെക്കുന്നവരുമുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്, എത്ര ദിവസം നിങ്ങൾക്ക് വെക്കണം എന്നുള്ളത്. കുറഞ്ഞത് നാളത്തെ ഒരു ദിവസമെങ്കിലും ശീബോധി വെക്കണം. ശീബോധി വെക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ഈ രീതിയിലാണ് ശീബോധി വെക്കുന്നത്. ഒരു പീഠമെടുക്കുക, പീഠത്തിൽ അറിയാവുന്ന ഒരു കോലമിട്ടിട്ട് ഡയറക്റ്റായിട്ട് അതിന് പുറത്തോട്ട് നമുക്ക് ഒരു ബ്രാസിൻ്റെയോ കോപ്പറിൻ്റെയോ പ്ലേറ്റ് വെക്കാവുന്നതാണ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വാഴയില മതിയാവും, വാഴയിലയും വെക്കാം. ഞാനിവിടെ പീഠത്തിൽ കോലം വരച്ച് അതിന് പുറത്തായിട്ട് റെഡ് കളറിലെ ഒരു ക്ലോത്ത് ഇട്ടിട്ട് അതിന് പുറത്തായിട്ട് ആദ്യം തന്നെ കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്, കുലദൈവത്തെ സ്മരിക്കുന്ന രീതിയിൽ. അതിന് ശേഷം നമ്മൾ ബ്രാസിൻ്റെ ആ ഒരു പ്ലേറ്റിലോട്ട്
ദേവീ സങ്കല്പം ഭഗവതീ സങ്കല്പമായി പറയിൽ നെല്ലിട്ട് വാൽ കണ്ണാടി വെച്ചിട്ടുണ്ട്. വാൽ കണ്ണാടിക്ക് സ്വർണം ചാർത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് ഉടയാടയും വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മംഗള വസ്തുക്കളായിട്ടുള്ള മഞ്ഞൾ, കുങ്കുമം, ചന്ദനം, കൺമഷി, വെറ്റിലാപ്പാക്ക്, മഞ്ഞൾ, പൂവ്, ദശപുഷ്പങ്ങൾ 10 കിട്ടുന്നവർക്ക് 10 വെക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കിട്ടുന്നത് മതി. എനിക്കിവിടെ കറുക മാത്രമാണ് അവൈലബിൾ ഉള്ളത്. അപ്പോൾ കറുകയുടെ കൂടെ ഞാൻ തുളസിയും കൂടി വെച്ചിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളും പിന്നെ പൈസ, നാണയവും ഒരു നോട്ടുമാണ് വെച്ചിരിക്കുന്നത്. അഷ്ടമംഗള വസ്തുക്കൾ 8 വസ്തുക്കൾ നമ്മൾ വെക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പം അങ്ങനെയുള്ള നിർബന്ധങ്ങളൊന്നുമില്ല. നമ്മുടെ കയ്യിൽ കിട്ടുന്ന എണ്ണം അത് ഒറ്റ സംഖ്യയിലാണെങ്കിൽ ഒറ്റ സംഖ്യയിൽ വെക്കാം. ഇതിനോടൊപ്പം രാമായണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്ക് കൂടിയിട്ട് വെക്കാം. ഞാനിവിടെ രാമായണമാണ് വെക്കുന്നത്. രാമായണം ഇല്ലാത്തവർ ദേവി മഹാത്മ്യമോ ഏതെങ്കിലും സഹസ്രനാമമോ ഒക്കെ വെച്ചാലും മതിയാവും. ഇത് നാളത്തെ ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള, ഞാൻ ഈ കാണിച്ചിരിക്കുന്നതിൽ നിങ്ങളുടെ കയ്യിലുള്ള വസ്തുക്കൾ എന്തൊക്കെയാണോ അത് വെച്ച് നാളത്തെ ഒരു ദിവസമെങ്കിലും ശ്രീ ഭഗവതിയെ വീട്ടിൽ കുടിയിരുത്താൻ എല്ലാവരും ശ്രമിക്കണം. പിന്നെ രാമായണ പാരായണമാണ് അടുത്തത്. അത് നമുക്ക് രാവിലെയോ വൈകിട്ടോ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണെന്നുള്ളതും രാമായണം പാരായണം ചെയ്യാൻ പറ്റാത്തവർ ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചും നാരായണീയത്തിൽ ചൊല്ലേണ്ടുന്ന ഒരു ശ്ലോകത്തെക്കുറിച്ചുമൊക്കെ ഇന്ന് തന്നെ ഞാൻ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം. ഇനി അടുത്ത കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മൾ ഈ ശ്രീ ഭഗവതിയെ കുടിയിരുത്തി കഴിഞ്ഞാൽ ഈ വസ്തുക്കളൊക്കെ തിരിച്ച് അതേപോലെ നമ്മൾ എടുത്തെടുത്ത് തന്നെ തിരിച്ചു വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ വസ്ത്രം, പട്ടുവസ്ത്രം, പുതിയ വസ്ത്രമല്ല, നല്ല അലക്കി ഉണങ്ങിയ ഒരു വസ്ത്രം നമ്മൾ വെച്ചാൽ മതിയാവും. ആഗ്രഹം സാധിക്കാനും കുലദൈവത്തിൻ്റെ അനുഗ്രഹം പൂർണ്ണമായി ലഭിക്കാനും ചെയ്യുന്ന കുലദൈവ പൂജ. നമ്മൾ എല്ലാ ദിവസവും കുലദൈവത്തിൻ്റെ കുടത്തിൽ വെള്ളം നിറയ്ക്കാറുണ്ട്. ഇത് അങ്ങനെയല്ല. തുടർച്ചയായ 28 ദിവസം, കർക്കിടകം എന്ന് പറയുന്നത് 31 ദിവസമായതുകൊണ്ട് തന്നെ 28 ദിവസം അടുപ്പിച്ച് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കുലദൈവ പൂജയെക്കുറിച്ചാണ് പറയുന്നത്. ഇത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നമ്മൾ ചെയ്താൽ മതി. ബാക്കി എല്ലാ ദിവസവും അതിന് നമ്മൾ ധൂപദീപ ആരതി കാണിച്ചാൽ മതിയാവും. വളരെ എളുപ്പമാണ്, പക്ഷേ വളരെ പെട്ടെന്ന് ഫലം കിട്ടും. കഴിഞ്ഞ വർഷം ഞാനിത് പറഞ്ഞിരുന്നു, ഒരുപാട് പേർക്ക് ചെയ്ത് ഫലം കിട്ടിയ ഒന്നാണ്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ ബ്രാസിൻ്റെ ഒരു കുടം അല്ലെങ്കിൽ കോപ്പറിൻ്റെ കുടം, അതുമല്ലെങ്കിൽ മൺകുടം എടുക്കുക. അതിൽ നമ്മൾ ജവ്വാദാണ് തേക്കുന്നത്. 2 ജവ്വാദ് തേച്ച് മഞ്ഞളും കുങ്കുമവും നമ്മളതിൽ വെക്കണം. ഇനി രണ്ടാമതായിട്ട് തേച്ച ജവ്വാദിൻ്റെ പുറത്തായിട്ട് നമ്മൾ ഭസ്മം തേക്കണം. അതായത് ശിവശക്തി വൈഷ്ണവ സംയോജനമാണ്. അത് ഏത് കുലദൈവമാണെങ്കിലും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുലദൈവം അതിലോട്ട് ആകർഷിക്കപ്പെട്ടിരിക്കും. അതിനുശേഷം അതിലോട്ട് നമ്മൾ പച്ചരിയാണ് ഇടുന്നത്. 3 പിടി പച്ചരി ഇടണം. നമ്മുടെ പ്രാർത്ഥന സാധിച്ചു കിട്ടേണ്ടുന്ന ആഗ്രഹം, കുലദൈവത്തിൻ്റെ കടാക്ഷം അത് മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് 3 പിടി പച്ചരി നമ്മൾ അതിലോട്ട് ഇടുന്നു. അതിനുശേഷമായിട്ട് 11 1 രൂപയുടെ നാണയങ്ങൾ, 1 രൂപ തന്നെ വേണം. 11 നാണയങ്ങൾ നമ്മുടെ ആഗ്രഹം പ്രാർത്ഥിച്ച് വീണ്ടും വെക്കുക. ശേഷം നമ്മുടെ ആഗ്രഹം ഒരു പേപ്പറിൽ എഴുതി അതും കൂടിയിട്ട് നമ്മൾ അതിൽ വെക്കുന്നു. പിന്നെ ആ കുടത്തിന് പുറത്ത് നമ്മൾ ഒരു പ്ലേറ്റ് വെക്കുന്നു. കോപ്പറോ ബ്രാസോ മണ്ണോ എന്തുമായിക്കൊള്ളട്ടെ അത് വെക്കുന്നു. കുടത്തിന് ചുറ്റും ഇതുപോലെ പൂ കൊണ്ട് അലങ്കരിക്കുന്നു. ശേഷം നെയ്യൊഴിച്ച് കിഴക്കോട്ട് ആ ഒരു ദീപം വരത്തക്ക രീതിയിൽ നമ്മൾ ആ ഒരു വിളക്ക് കൊളുത്തുന്നു. വിളക്ക് കൊളുത്തുമ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹം നമ്മൾ പ്രാർത്ഥിക്കണം. ആ പേപ്പറിൽ എഴുതിയ ആഗ്രഹം പ്രാർത്ഥിക്കണം. അതിന് ശേഷം അതിന് ധൂപദീപ ആരതി എടുത്ത് നിവേദ്യമായിട്ട് എന്തെങ്കിലും ഒന്ന് സമർപ്പിച്ചതിന് ശേഷം കുലദൈവത്തിൻ്റെ പേര് 27 പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതായത് ഒന്നെങ്കിൽ മുരുകനാണെങ്കിൽ ഓം മുരുകായ നമ എന്ന് പറയാം. അങ്ങനെയല്ലെങ്കിൽ ഭദ്രകാളിയാണെങ്കിൽ ഓം ഭദ്രകാളിയെ നമ എന്ന് പറയാം. അങ്ങനെയുള്ള മന്ത്രം ഇനി കുലദൈവത്തിൻ്റെ പേരറിയാത്തവർ ഓം കുലദൈവമേ നമ എന്ന് 27 പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമ്മൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് 27 പ്രാവശ്യം ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത്. ബാക്കി എല്ലാ ദിവസവും ധൂപദീപം കാണിച്ചാൽ മതിയാവും. അടുത്ത വെള്ളിയാഴ്ച, ഇതിപ്പം 17-ാം തീയതിയാണല്ലോ, നാളെ 17-ാം തീയതി കഴിഞ്ഞു വരുന്ന 24-ാം തീയതി നമ്മൾ ആ കുടത്തിൽ നിന്നും ആ ഒരു അരി എടുത്തു മാറ്റണം. അത് നമുക്ക് നോൺ വെജ് അല്ലാത്ത ഭക്ഷണത്തിൻ്റെ കൂടെ ഇഡ്ഡലി ദോശ ഉണ്ടായി കഴിക്കാം, അല്ലെങ്കിൽ പായസം വെച്ച് ദേവിക്ക് തന്നെ സമർപ്പിക്കാവുന്നതാണ്. വീട്ടിലുള്ളവർക്ക് അത് കഴിക്കാം. ആ നാണയം ഒരു മഞ്ഞ തുണിയിൽ കിഴികെട്ടി മാറ്റി വെക്കുക. ആ പേപ്പർ വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോൾ ആ കുടം നന്നായിട്ട് കഴുകി വീണ്ടും ഇതുപോലെ പൊട്ടുവെച്ച് 3 പിടി പച്ചരി ഇട്ട് പുതിയ 11 1 രൂപ നാണയങ്ങൾ വെച്ച് ആ സെയിം പേപ്പർ തന്നെ അതിൽ വെച്ച് ഇതേ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. നമ്മൾ തുടർച്ചയായ 28 ദിവസം, അതായത് ഏകദേശം 3 അല്ല 4 ആഴ്ച നമ്മളിത് ചെയ്യണം. 4-ാമത്തെ ആഴ്ച ആകുമ്പോഴേക്ക് 28 ആകും. ഇതിനിടയ്ക്ക് പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു 7 ദിവസം വിട്ടാൽ മതിയാകും. പുലവാലായ്മ വന്നാൽ അത് അവിടെ കൊണ്ട് മുടങ്ങിപ്പോകുമെന്നറിയാമല്ലോ.
അതിനുശേഷം ആ നാണയങ്ങൾ കുലദൈവ ക്ഷേത്രത്തിൽ സമർപ്പിക്കാവുന്നതാണ്. അങ്ങനെയല്ലെങ്കിൽ കുറച്ചും കൂടി പൈസ ആയിട്ട് കുലദൈവത്തിന് നമുക്ക് വിളക്ക് വാങ്ങിച്ചു കൊടുക്കുകയോ ക്ഷേത്രത്തിലോട്ട് ആവശ്യമായ വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കാം. അബ്രോഡൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ പൈസ കൂട്ടി വെച്ചിട്ട് നാട്ടിൽ വരുമ്പോൾ കുലദൈവ ക്ഷേത്രത്തിൽ സമർപ്പിക്കാം. അങ്ങനെയല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് അതിനോട് കുറച്ചും കൂടെ എമൗണ്ട് ഇട്ടിട്ട് അയച്ചു കൊടുത്തിട്ട് അത് ക്ഷേത്രത്തിൽ സമർപ്പിക്കാൻ പറഞ്ഞാൽ മതിയാവും. അടുത്ത കർക്കിടകത്തിന് മുമ്പ് എത്ര വലിയ നടക്കാത്ത ആഗ്രഹമാണെങ്കിലും നമ്മുടെ കുലദൈവം അത് നമുക്ക് സാധിച്ചു തരും. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്ന ലക്ഷ്മി പൂജ. ഞാൻ പറഞ്ഞല്ലോ, ശുക്രവശ്യം വളരെ മസ്റ്റാണ്. നമ്മൾ വൃശ്ചിക മാസത്തിലെ വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്ന ലക്ഷ്മി പൂജ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കർക്കിടകത്തിലെ ഓരോ വെള്ളിയും, കർക്കിടകത്തിലെ വെള്ളി മാത്രമല്ല ചൊവ്വായും ശനിയും ഒക്കെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പം കർക്കിടകത്തിലെ 30 വെള്ളി ആയതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് സർവൈശ്വര്യ പൂജയാണ്, വിളക്ക് പൂജ. അതാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. കർക്കിടക മാസത്തിൽ വരുന്ന 4 വെള്ളിയാഴ്ചകളിലോ അല്ലെങ്കിൽ പൗർണമി തിഥിയിലോ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിപ്പം ഏറ്റവും ഓസ്പീഷ്യസ് ആയിട്ടുള്ളത് നാളെ 30 വെള്ളി ആയതുകൊണ്ടാണ് നാളെ ചെയ്യാൻ പറഞ്ഞത്. നാളെ ചെയ്യാൻ പറ്റാത്തവർക്ക് പൗർണമിയിലും ചെയ്യാം. ഇത് രണ്ടിലും പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കർക്കിടകം തീരുന്നതിന് മുൻപ് വരുന്ന ഏതൊരു വെള്ളിയാഴ്ചയും ചെയ്യാവുന്നതാണ്. ചിലപ്പം ചില ക്ഷേത്രങ്ങളിലുണ്ടാകും, അങ്ങനെയാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ പോയിരുന്ന് ചെയ്യാവുന്നതാണ്. പൗർണമി വരുമ്പം സർവൈശ്വര്യ പൂജ ക്ഷേത്രങ്ങളിൽ നടത്തുമല്ലോ. ഇത് ക്ഷേത്രത്തിലോ നമ്മുടെ വീട്ടിലോ നടത്തണം. നല്ല ഫലമാണ് നമുക്ക് കിട്ടുന്നത്. ദേവിയുടെ പൂർണ്ണ കടാക്ഷം നമുക്ക് ലഭിക്കുന്നതാണ് ഈ ഒരു കർക്കിടക മാസത്തിൽ വരുന്ന ദേവീ പൂജ. അതായത് ദേവിയെ, മഹാലക്ഷ്മിയെ നിലവിളക്കായി കണ്ടുകൊണ്ടുള്ള നമ്മുടെ പൂജ എന്ന് പറയുന്നത്. അപ്പോൾ ഇതും നാളെ ചെയ്യാൻ മറക്കരുത്. ഇത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ പേജിൽ കയറി നോക്കിയാൽ മതി. അല്ല ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നിങ്ങൾക്ക് ലിങ്ക് തരാം. ഇനി അടുത്തത് നമ്മുടെ കർക്കിടക മാസത്തിലെ മഹാലക്ഷ്മി പൂജയാണ്. കർക്കിടക മാസത്തിലെ ഓരോ വെള്ളിയാഴ്ചയും ഓരോ രീതിയിലാണ് നമ്മൾ പൂജ ചെയ്യുന്നത്. അടുത്ത ആഴ്ച 8 താമരപ്പൂക്കൾ വരച്ചുകൊണ്ടാണ് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്നത്. താമരപ്പൂക്കൾ 8 ഇതിലുള്ളതൊക്കെ വരയ്ക്കാൻ അറിയാത്തവരതൊക്കെ വരയ്ക്കാൻ പഠിച്ചു വെക്കണം. അങ്ങനെയല്ല 8 താമരപ്പൂക്കൾ കിട്ടുമെങ്കിൽ അതൊക്കെ അടുത്ത ആഴ്ച വാങ്ങിച്ചു വെക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഈ ആഴ്ച നമ്മൾ ചെയ്യുന്നത്, അതായത് 30 വെള്ളിയും മകം നക്ഷത്രവും ഒന്നിച്ച് വരുന്ന നാളത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയെ, നമ്മുടെ വീട്ടിലുള്ള ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും, ഇനി അങ്ങനെയല്ല നാളെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന സർവൈശ്വര്യ പൂജ എന്ന് പറയുന്ന ഈ ഒരു വിളക്ക് പൂജ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് മുൻപിലും ഈ സെയിം കാര്യം ചെയ്യാം. മാവിളക്ക് കൊളുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ, വിഗ്രഹം അല്ലെങ്കിൽ ഈ വിളക്കാണെങ്കിലും നന്നായി അലങ്കരിച്ച് പൂക്കളൊക്കെ വെച്ചതിന് ശേഷം 2 മാവിളക്ക് ദേവിക്ക് മുൻപിൽ കിഴക്കോട്ട് വരുന്ന രീതിയിൽ കൊളുത്തി വെക്കുക. നമ്മൾ വെങ്കടേശ്വര ഭഗവാനെ മാവിളക്ക് കൊളുത്തുന്നത് പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. അരിപ്പൊടിയിൽ ശർക്കരയും നെയ്യും മാത്രം ചേർത്താൽ മതിയാവും. ശുദ്ധമായ ജലം കൊണ്ട് കുഴച്ച് 2 വിളക്കാക്കി എടുക്കണം. അതിലോട്ട് നെയ്യ് ഒഴിച്ച് അമ്മയ്ക്ക് മുൻപിൽ നമ്മൾ ദീപം കൊളുത്തണം. താമരത്തണ്ട് തിരി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിലുള്ള പഞ്ഞിത്തിരിയും കൂട്ടി യോജിപ്പിച്ച് കിഴക്കോട്ട് വരുന്ന രീതിയിൽ നമ്മൾ അമ്മയ്ക്ക് മുൻപിൽ ഈ ഒരു മാവിളക്ക് കൊളുത്തുക. ഇത് കർക്കിടക മാസത്തിലെ ആദ്യത്തെ വെള്ളി എന്നറിയപ്പെടുന്ന 30 വെള്ളിയിൽ മാത്രമായിട്ട് ചെയ്യാം. അങ്ങനെയല്ലെങ്കിൽ തുടർച്ചയായ 3 വെള്ളിയോ 5 വെള്ളിയിലോ നമുക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ നടക്കാത്ത എന്തെങ്കിലും ഒരാഗ്രഹം നമുക്ക് നടത്തി തരണമെന്നുള്ള അമ്മയുടെ പ്രാർത്ഥനയാണ് നമ്മൾ ഈ ഒരു മാവിളക്കായി ദേവിക്ക് മുൻപിൽ സമർപ്പിക്കുന്നത്. ഈ പ്രാവശ്യം കർക്കിടകത്തിൽ 5 വെള്ളിയാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 5 വെള്ളിയാഴ്ചകളിലോ 3 വെള്ളിയാഴ്ചകളിലോ കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഈ കർക്കിടക മാസം തീരുന്നതിന് മുൻപ് തന്നെ മഹാലക്ഷ്മി ദേവി നമുക്ക് അതിനൊരു വഴി കാണിച്ച് തന്നിരിക്കും. അത് 100% ഉറപ്പായ കാര്യമാണ്. അങ്ങനെ നമ്മൾ ദേവിക്ക് മുൻപിൽ ഈ മാവിളക്ക് കൊളുത്തി വെച്ചതിന് ശേഷം ആ വിളക്കിന് ചുറ്റും താമരപ്പൂക്കൾ കൊണ്ടോ വെളുത്ത പൂക്കൾ കൊണ്ടോ റോസാപ്പൂക്കൾ കൊണ്ടോ ഒക്കെ അലങ്കരിക്കാവുന്നതാണ്. അലങ്കരിച്ചതിന് ശേഷം അവിടെ ഇരുന്ന് മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം അത് നമ്മൾക്ക് ഒരു പ്രാവശ്യം ജപിക്കാവുന്നതാണ്. നമസ്തേസ്തു മഹാമായ എന്ന് തുടങ്ങുന്ന മഹാലക്ഷ്മി അഷ്ടകം ഒരു പ്രാവശ്യം ജപിക്കണം. മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ചൊല്ലി അർച്ചന ചെയ്യുകയോ ചൊല്ലുകയോ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഒരു പ്രാവശ്യം ശ്രീ സൂക്തം കേൾക്കുകയും കൂടി ചെയ്യണം. വളരെയധികം നല്ല ഫലങ്ങൾ നമുക്ക് ഇതുമൂലം ലഭിക്കുന്നതാണ്.
ആ മാവിളക്ക് അതിന് ശേഷം അതിൽ നിന്നും കുറച്ച് പ്രസാദമായിട്ട് കഴിച്ചിട്ട് ബാക്കി നിങ്ങൾക്ക് പശുവിന് കൊടുക്കാം. അല്ലെങ്കിൽ ചവിട്ടാത്ത എവിടെയെങ്കിലും ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് കളഞ്ഞ ഉറുമ്പുകൾ ഭക്ഷിച്ചോളും പിറ്റേ ദിവസം ശനിയാഴ്ച. അപ്പോൾ ഇത് നാളത്തെ ദിവസം ചെയ്യുന്ന കാര്യങ്ങളാണ്. മറക്കാതെ എല്ലാവരും ഈ കാര്യങ്ങൾ നാളെ ചെയ്യണം. വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ആടി 1 മുപ്പട്ട് വെള്ളിയോടുകൂടി വന്നിരിക്കുന്നതാണ്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.